നമ്മളെ വണ്ടി ഇതാക്കണി പിന്നെയും കട്ടർ ചാടിക്കണിട്ടോ മക്കളെ. ഇതാക്കണി ഇന്നലത്തെ വീഡിയോ ആണ് ഇടാ വിചാരിച്ച വീഡിയോ എന്നിട്ടോ, പക്ഷെ നമുക്കത് സാധിച്ചില്ല. അപ്പം കാരണം അറിയാമല്ലോ, നമുക്ക് പല്ലുവേദന തന്നെയാണ് കേട്ടോ. ഇടക്കും തലക്കും ഇതാ കുത്തി പറിച്ചങ്ങോട്ട് വരലാണ്. അപ്പോൾ ഇതാക്കണി ഇന്നലെ ഇടാൻ വിചാരിച്ച വീഡിയോ ഇന്ന് ഇതാക്കണി ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തത് കാപ്പിലോട്ടാക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർത്താനൊക്കെ പറയാതെ ഇതെങ്ങനെ ഇപ്പോൾ ഒന്ന് കയറ്റി വിടുക, അതൊന്നും കഴിയൂലല്ലോ, നമ്മൾ ഈ ഒരു തൊഴിലിങ്ങനെയാണ്. അപ്പം മുണ്ടാതെയും പറയാതാക്കണം വീഡിയോ ഇട്ട ആർക്കും ഇഷ്ടപ്പെടൂല. എനിക്ക് തന്നെ വേറെ ആരുടെയെങ്കിലുമൊക്കെ മുണ്ടാതും പറയാതെ വിട്ടാക്കി തന്നെ ഇഷ്ടപ്പെടൂലല്ലോ. പിന്നെ ഇപ്പം നിങ്ങളെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ നമ്മൾ ഇതാക്കണ ഈ ഒരു വർത്തമാനത്തുമ്പോഴാണ് പിടിച്ച് നിൽക്കണത് തന്നെ. അപ്പോൾ ഇതാക്കണ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും മഴ കുറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. ചില നാട്ടുകൂടെയൊക്കെ മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്നും ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എപ്പോഴെങ്കിലും ചീറ്റി പോകുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണം. ഞാൻ ആ ഉച്ചക്കത്തെ ആ ഒരു ഉറക്കമുണ്ടല്ലോ, അത് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കണ്ണ് മാളുന്നതാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. പല്ലുവേദന ഇങ്ങനെ കിരികിരി എന്ന് വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതാക്കണം. പിന്നെ നട്ടപ്പരാന്ത് പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് പൂക്കളൊക്കെ ഉണ്ടെടുത്ത് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അതെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ടേന്ന് അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സമാധാനം ഉണ്ട്. ഒരു ഗ്രാമ്പൊക്കെ കടിച്ചു പിടിച്ച് അങ്ങനെ നിന്ന് അതിലെന്തോ ഒരു ഇത്തിരി സമാധാനമായപ്പോഴാണ് പിന്നെ അടുക്കളയൊക്കെ അങ്ങോട്ട് വന്നത്. അടുക്കള പിന്നെ നമ്മളെ ഭരണത്തിലായതുകൊണ്ടും തന്നെ ആരും ഇങ്ങോട്ട് അടുക്കൂല കേട്ടോ. അതെന്താണ് ആ മൊബൈൽക്ക് ഇങ്ങോട്ട് ആറാമാണ്. ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലും ഒരു ഉസാറായിട്ട് തിന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ടൊക്കെ വരാൻ എല്ലാവർക്കും ആറാമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാക്കുന്ന അടുക്കളയിൽ കയറിയിരിക്കുന്നത് ഒരു സമാധാനമായപ്പോൾ ഇങ്ങോട്ട് അടുക്കളയിൽ കയറിയതാണ്. വർഗ്ഗം മുറിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇവിടെ വേലക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വേദന ആയതുകൊണ്ടും തന്നെ എല്ലാവർക്കും ആ ഒരു വേദന അറിയണതാണല്ലോ. അപ്പം ഞാനിതാക്കുന്ന അടുക്കളയിൽ കയറിയിട്ടുണ്ട്. വേഗം ചായക്ക് വെള്ളം വെക്കട്ടേന്ന് വിചാരിച്ച്. അപ്പോഴാണ് രാവിലത്തെ കുറച്ച് ചായ അവിടെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ അതാണ് ചൂടാക്കിയാൽ മതി. ഇനിയിപ്പോൾ വേറെ എന്തിനാ ഇപ്പോൾ ചായ വിചാരിച്ചാണ്ട് ഒരു കുറച്ചല്ലേ ചായ വേണ്ടുള്ളൂ വൈകുന്നേരത്ത്. അങ്ങനെ ഇതാകണം. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ കടിയൊന്നും ഇല്ലെങ്കിൽ കുട്ടികളങ്ങനെ ചായ കുടിക്കുകയൊന്നുമില്ല. ഉച്ചക്കത്തെ ചോറൊക്കെ ഇങ്ങനെ തിന്നലാണ് കേട്ടോല്. അപ്പം ഞാൻ തന്നെ ഒരു ചായയൊക്കെ ചൂടാക്കിയിട്ട് എനിക്ക് ചായക്ക് കടി വേണമെന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ കൂട്ടും അത്രയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് ഇതാക്കണ് തേങ്ങ ചിരകിയതും ചായയാണ് കേട്ടോ കുടിക്കുന്നത്. അത് നല്ല രസമാണ്. അപ്പോൾ ഇതാക്കണ് ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ പോകും കേട്ടോ. ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഭയങ്കര തിന്നാൻ മടി. അപ്പോൾ ഇല്ലെങ്കിൽ ഇതാക്കണ് എന്ത് കൂട്ടിയിട്ട് നമ്മൾ തിന്നും. അപ്പോൾ ഇതാ ഈ ഒരു പല്ലുവേദനൻ്റെ കാര്യം പറഞ്ഞാൽ ഗുളിക കുടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. 2 ദിവസം ഞാൻ പീടികത്ത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളികയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കുടിച്ചു. പിന്നെ അത് കുറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വിഷയമല്ലല്ലോ, ഡോക്ടറെ കാട്ടാനെന്നില്ല, ഒരു പുതിയൊക്കെ കഴിയുമല്ലോ നമ്മളത്. അപ്പോൾ അങ്ങനെ 2 ദിവസം നിന്ന് പിന്നെ ഇതാക്കണ്. പിന്നെ ഇങ്ങനെ നിന്നിട്ട് മാറും. പൊതുവേ നമുക്ക് ഗുളിക കുടിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ്. പിന്നെ ഇങ്ങനെ ഗുളിക ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിന്നാൽ വേറെ എന്തെങ്കിലും സൂക്കേടാകുമോ എന്നതിൻ്റെ ഒരു ഉത്കണ്ഠയും കാര്യങ്ങളും ഉള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഗുളിക കുടിക്കാറില്ല. തീരെ ഒഴിവാക്കാൻ ഇതാവുമ്പോഴാണ് ഗുളിക കുടിക്കലുള്ളൂ. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടില്ല. അതപ്പോൾ ഞാൻ പറഞ്ഞ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇതാക്കണ ഞാൻ ചായയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള ചായയല്ല. അപ്പം അണ്ണാക്ക് തട്ടിയപ്പോൾ പല്ലിനൊക്കെ നല്ലൊരു ശുഷ്കാന്തി വന്നിട്ട് പിന്നെ വേദനാകാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണ ചൂടുള്ളത് തട്ടുമ്പോഴേ ഒരു സമാധാനമാണ്. അങ്ങനെ ഇതാക്കണ ഞാൻ കോഴിക്കൊക്കെ കുറച്ച് ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഗോതമ്പ് ഇങ്ങനെ തിന്നാനായിട്ട് ഓലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഓൾക്ക് കുറച്ച് ഗോതമ്പൊക്കെ കൊടുത്ത് ഓലങ്ങോട്ട് സമാധാനമാക്കി. വൈകുന്നേരം നേരമല്ലേ, അപ്പോൾ ഓൾക്ക് കുറച്ച് ഗോതമ്പോ ചോറൊക്കെ ഇട്ട് കൊടുത്ത പോലെ സമാധാനമാക്കിയാണ്ട് അങ്ങോട്ട് വിടരാട്ടോ. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് തുറന്ന് വിടുള്ളൂ. ഇവലാണെങ്കിൽ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കും. ഇവർ കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കലാണ് പണി. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ പണി ചോദിച്ചാൽ ഇതാക്കണം. ഇവിടെ കുറേ പുസ്തകം ഉണ്ട് കേട്ടോ. അത് വലുതപ്പം ചെറുപ്പത്തെ പുസ്തകമാണ്. കണ്ണൻ്റെ ചെറിയ പുസ്തകമുണ്ട്. LP UP ഹൈസ്കൂൾ അങ്ങനത്തെ പുസ്തകമുണ്ട്. ഇപ്പോൾ വലുത് 3 ആളും ഉണ്ട് കേട്ടോ. അങ്ങനെ അട്ടിക്ക് വെച്ചിക്കണ്. അപ്പോൾ 2 ചാക്ക് 1.5 ചാക്കൻ്റെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ തരം തിരിച്ച് വെക്കണ പണിയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇതാപ്പോൾ പണി മൂപ്പർക്കും മക്കൾക്കും ഒന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഇതാക്കണത് വിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ ദിവസമായി ബുക്ക് എടുത്ത്, കുറേ ദിവസമല്ല കേട്ടോ, കുറേ കൊല്ലമായി ബുക്ക് എടുത്ത് ഇങ്ങനെ എടുത്ത് ചാക്കിൽ ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെക്കണം. അപ്പോൾ കേടന്ന് പോകുന്നുണ്ട്. അപ്പോൾ കുറേ കാലം പുസ്തകം എടുത്ത് വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലേ. കുറേ അങ്ങോട്ട് എത്തുമ്പോൾ മക്കൾക്ക് എടുത്ത് നോക്കാം, അതൊക്കെ ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പം ഈ ഒരു നേരത്തുണ്ടല്ലോ ഇത് കൊടുക്കണതാണ് ഉത്തമം എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ വേറെ കാരണങ്ങൾ വേറെ ഒന്നുമല്ല. ഇവർ പുസ്തകം ഇങ്ങനെ തിരഞ്ഞു നോക്കി അട്ടിക്ക് വെക്കണം, വേറെ ഒരു കാരണത്തിനും അല്ല കേട്ടോ. നമ്മൾ ഇതാക്കണ് ധനസഹായം കൊടുക്കണമല്ലോ. നമ്മൾ മുഖ്യമന്ത്രീൻ്റെ
ദുരിതാശ്വാസ നിധി ഉണ്ടല്ലോ അതിക്ക് ഇതാക്കണ എന്തെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. നമ്മളെ കയ്യിലില്ലതല്ല നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് നമുക്ക് ഇതാക്കണ് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ അതിന് പണിയും കാര്യങ്ങളൊക്കെ കമ്മിയാണ്. അപ്പം നമ്മളെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതാക്കണം ഇവിടുത്തെ DYFIക്കാർ ഒന്ന് കൊണ്ടുപോകും കേട്ടോ. കുറച്ച് പഴയതും കാര്യങ്ങളൊക്കെ പൊറുക്കിയിട്ട് വിറ്റിട്ടാണ് ഓല് സഹായിക്കുന്നത് കേട്ടോ. നമ്മളെ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിക്ക് പൈസ ഇട്ട് കൊടുക്കണത്. അപ്പം നമ്മളിതാകണ ഒരു പങ്കാളിയായില്ലേ. അതിൽ നമ്മളൊരു വീട്ടിൽ നിന്ന് കുറച്ച് സാധനം കൊടുത്ത പോലെ അത് വിറ്റ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ അതിലൊരു പങ്കാളിയായില്ലേ. ആ ഒരു സമാധാനം ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അട്ടി വെക്കുന്നത്. നോട്ട് ബുക്ക് വേറെ അട്ടി വെക്കുന്നുണ്ട്, ഇതാകണ ടെക്സ്റ്റ് ബുക്ക് വേറെ അട്ടി വെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ണൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള പുസ്തകങ്ങളാണ്. പിന്നെ 3 ആളും ചെറുപ്പത്തിലുള്ള പുസ്തകങ്ങളാണ് കേട്ടോ. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതാക്കണം മറ്റേ ആ ഒരു റീൽസിലൊക്കെ കണ്ടമായിരിക്കും. 10,000 കൊല്ലം നമ്മൾ ജീവിച്ചിരിക്കൂലല്ലോ. അപ്പോൾ അതാക്കണ് എത്ര നമ്മൾ കൊല്ലം ഇങ്ങനെ ജീവിച്ചിരിക്കണ ആ ഒരു കൂട്ടത്തിലുണ്ടല്ലോ. നല്ലത് ചെയ്യാൻ പറ്റുക അത്രയും നല്ലതല്ലേ. അപ്പോൾ വിചാരിച്ചപ്പോൾ അത് കൊടുക്കാൻ മനസ്സൊന്നുമില്ല. എന്നാലും നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഇപ്പം ഈ ഒരു നേരത്തോടെ സഹായിക്കുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴുത്തല ഇങ്ങനെ വിൽക്കുമ്പോണ്ടല്ലോ പച്ചല നോക്കി ചെറുക്കിനുണ്ടല്ലോ. ഞാൻ ഉജ്ജ് വീണല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കി ചെറുക്കിന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് ചെയ്യാതെ കേട്ടോ. കാരണം ഇതിപ്പോൾ ഒന്നിപ്പോൾ ഒൽക്കാൻ വന്ന് ഇനിയിപ്പോൾ അടുത്തതിൽ ഒരു 3, 4, 5, 6 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വന്നാലോ നമ്മളെ സഹായിക്കാനും ഇതാ ഇവരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളെ സഹായിച്ചാൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ പറയാം സഹായിക്കുമെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ സഹായിക്കുകയല്ല, വിചാരിക്കുക നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിതാക്കണം വീണ് നടക്കുമ്പോൾ നമ്മളെ കൈ പിടിച്ച് നീപ്പിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഓരോ ജീവിതങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു പ്രതീക്ഷ തന്നെയാണ്, ഓരോരോ പ്രതീക്ഷ തന്നെയാണ് കേട്ടോ നീച്ച് പോണത്, നടന്ന് നീങ്ങണതൊക്കെ. ഓരോ നേരം വെളുക്കുമ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയുമായിരിക്കാരെന്നില്ല പ്രതീക്ഷ കേട്ടോ. ഉറപ്പല്ല, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാക്കണ് എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാലിങ്ങനെയാണ് കേട്ടോ. പറഞ്ഞാലിങ്ങനെ കാട് കയറി കുന്നും മലയൊക്കെ കയറി നമ്മളിങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഇതാക്കണം തിരിച്ച് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഓല നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ അട്ടിപ്പൊറുക്കി ഇങ്ങനെ വെക്കട്ടെ കേട്ടോ. നാളെ വന്നിട്ടാണ് ഓല് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ കയ്യിൽ ഇതാക്കണ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. കൊടുക്കാനായിട്ട് സമ്പാദ്യം എന്ന് പറയാൻ എടുത്തേക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ അപ്പോൾ പണിയെടുത്തപ്പോൾ അങ്ങനെ ജീവിച്ച് പോണതിന് തന്നെയാണ് നമ്മൾ കുറേ കൂട്ടി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ ഇതും തന്നെ നമ്മളെ പുസ്തകം എന്ന് പറയുന്നത് കുട്ടികളെ പഴയ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു കുട്ടികൾക്ക് കുറേ വലുതാവുമ്പോഴൊക്കെ കാണാനില്ലതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ. അപ്പോൾ മെയിൻ ഇതേപോലെ സഹായിക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലും പേപ്പറിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും സഹായിച്ചു, വള കൊടുത്തു, ആടിന് കൊടുത്തു, അതാക്കണ പൈസ കുറ്റി കൊടുക്കുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉള്ളിലൊരു കുത്തൽ വരലുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിലാണ് കേട്ടോ ഇത് കേട്ടത്. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മളെ കയ്യിൽ എന്താ ഇല്ലത് കുറേ പഴയതൊക്കെ തിരഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ പഴയതൊന്നുമില്ല. അപ്പോഴാണ് ബുക്കിൻ്റെ കാര്യം ഓർമ്മത്. അത് ഏതായാലും അവിടെ ഇങ്ങനെ കിടക്കല്ല, അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്താണ്. അപ്പോൾ കൊടുക്കാത്തതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടമാണ് പറഞ്ഞത്. ആ ഒരു അതിക്ക് ഇടുന്നതിന് കുറേ എതിരുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ഇതിന് ഇടരുത്, കൊടുക്കൂല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അതിപ്പോൾ നമ്മളെ പൈസ ഇത്തിരി ആണെങ്കിലും 1 ഉറുപ്പികയാണെങ്കിലും അവിടെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇടാൻ ഇഷ്ടമല്ലാത്തവർ ഇതാക്കണം ഇടാതെ നിൽക്കുക. പക്ഷേ ഇടുന്നവരിതാക്കണം മുടക്കാക്കണം. ആ ഒരു പാവാട്ടോ. അപ്പോൾ ഇടുന്നവരിട്ടോട്ടെ, ഇടാത്തവർ ഇടണ്ട, അത്ര തന്നെ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളാണ് നമ്മളെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കൊന്നും വേണ്ട. അങ്ങനെ ഇതാക്കിയിട്ട് ഞങ്ങൾ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ചാക്കാക്കിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൾക്ക് എപ്പോഴാച്ചാൽ എടുത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. അങ്ങനെ ഇതാക്കണം വൈകുന്നേരത്തെ പരിപാടി, രാത്രി പരിപാടി അറിയണേ നമുക്ക് ഇതാക്കണം മുരിങ്ങാത്താളി പണ്ട വെക്കണത്. അപ്പോൾ ഈ കർക്കിടകമായപ്പോൾ മുരിങ്ങ കൂട്ടൽ കുറച്ച് കൂടുതലായിക്കാണ് നമ്മൾ. ഇതിപ്പോൾ നമ്മളെ താത്ത ആയിക്കൂടെ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ താത്ത കുറച്ച് തന്നതാണ് കേട്ടോ. നമ്മളെ താത്ത തന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് മുരിങ്ങാത്താളിപ്പാണ് ഗൈസ്. അതൊക്കെ നല്ലതാണ്. മുരിങ്ങയൊക്കെ തിന്നണത് കണ്ണിനും മുടിക്കും മേലിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് മുരിങ്ങാത്താളിപ്പം വേറെ എന്തെങ്കിലും വളരെ ചില്ലറ ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോൾ വന്നിട്ട് ഇതാ കോമഡി ഭയങ്കര പറച്ചിലാണ്. കാരണം അവൾ എന്തൊക്കെയോ വോയിസ് കേൾപ്പിച്ച് തരികയാണ്. അപ്പോൾ അതുമ്പോൾ കേട്ടിട്ട് ഞങ്ങൾ ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പോൾ ഓൾ ഭയങ്കര ഫോണുമ്പോൾ തോണ്ടലാണ്. സ്കൂളില്ലാത്തൊക്കെ അല്ലേ അന്നത്തെ വീഡിയോ ഞാൻ തോന്നുന്നുണ്ട്. ഇത് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഞാനൊക്കെ എടുത്ത വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ പല്ലുവേദനയൊക്കെ ആയിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്കേ വന്നിട്ടില്ല, ഫോണിൽ നിന്നുള്ളൊരു ഭാഗത്തേക്ക് വന്നിട്ടില്ല. നല്ല സുഖത്തിൽ കിടക്കുകയാണ് കേട്ടോ. പല്ലൊക്കെ വേദനയായിട്ട്, ചെവിയൊക്കെ വേദന, അണ്ണാക്ക് വേദന ഉണ്ട് കേട്ടോ. അണ്ണാക്ക് വരെയാണ് ഇപ്പം മൊത്തത്തിൽ വേദന ഇല്ല. അതുകൊണ്ട് തിന്നാനും കുടിക്കാനും ഒന്നും കഴിയണില്ല, വെള്ളം ഇറക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഭയങ്കര ദുരിതത്തിലാണ് ഞാൻ.
അപ്പോൾ ഏതായാലും ഡോക്ടറെ കാട്ടാൻ പോകണം, അങ്ങനെ ഡോക്ടറെ കാട്ടാൻ പോകണം എന്ന് പറയുമ്പോൾ അപ്പോൾ വേദന നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്തോ പേടിയായിട്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ ഗുളിക ഉണ്ടല്ലോ, ഗുളിക കുടിച്ചിട്ട് അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഈ ഒരു കവളിനോ ഒരു വീക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ പുറത്തൊന്നും വീക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അണ്ണാക്കിലാണ് നമുക്ക് അവിടെ ഒരു നീരുക്കെട്ടും കാര്യങ്ങളുള്ളതെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ശനിയാഴ്ച വൈകുന്നേരത്താണ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഞായറാഴ്ചക്കത്തെ വീഡിയോസ് ആണോ എന്നുള്ളത്. അപ്പോൾ ഓന് ഇതാകണം പന്തലേ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ ഇരുന്നിട്ട് കുറേ നേരം വർത്താനം പറയുവാനും. അപ്പോൾ ഇവിടുത്തെ പോലെ ആയിരിക്കും തന്നെയാണ്. അപ്പോൾ നമ്മളെ ഉണ്ണിമോളെയും കുഞ്ഞാറ്റിൻ്റെയൊക്കെ മാർക്ക് തന്നെ അടുക്കളയിൽ ഇരുന്നാൽ പിന്നെ വർത്താനം കൊണ്ട് ചെവി പൊട്ടും കേട്ടോ. ഞാൻ മൂളി അങ്ങനെ നിൽക്കും. അപ്പോൾ ഓനും തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, അവൻ്റെ റൂമത്തെ കാര്യങ്ങൾ പറയുന്നു, ചോറ് വെക്കണതും പിന്നെ ആശുപത്രിയിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ കുറേ ഇതാക്കണ ഫോൺ വിളിച്ചും ഇവിടെ നാട്ടിലെത്തിയാൽ പിന്നെ മൂപ്പര് അവിടെ കിട്ടൂല കേട്ടോ. തോണക്കാരപ്പം അങ്ങോട്ട് പോകുകയായി. പിന്നെ പുഴയിലും തോട്ടിലൊക്കെ കൂളിയും പിന്നെ മന്തി തിന്നാൻ പോലും അങ്ങനെ ഓന് നേരം പോയെന്ന് അറിയില്ല. 2 ദിവസം അങ്ങനെ പോയി കിട്ടും. അപ്പോൾ അതാക്കണ ഉണ്ണിമോൾ ഇതാ കാര്യമായിട്ട് വേറെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മീനും ഇല്ല. അപ്പോൾ ഓള് പറഞ്ഞു ഇതാക്കണം മുട്ട ഉണ്ടല്ലോ, ഞാൻ മുട്ട പൊരിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഓള് മുട്ട പൊരിക്കുകയാണ്. ഞാൻ ഇതാക്കണ ഒരു 3-4 മുളക് കാട്ടാവും, തൈര് മുളക് ഉണ്ടല്ലോ, അത് നല്ല രസമല്ലേ ചോർക്ക് കൂട്ടാനായിട്ട്. അപ്പോൾ ഞാൻ അതാണ് പൊരിച്ചെടുക്കുന്നത്. നമ്മളെ മുരിങ്ങ താളിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ തിന്നാനൊന്നും കഴിയണില്ല. ഒരു സൈഡ് കൂടിയാണ് ഇപ്പോൾ നമുക്ക് പ്രവർത്തനമുള്ളൂ കേട്ടോ. ഒരു സൈഡ് പറ്റ പോയിക്കാണ്. ഇപ്പോൾ അതാ ഒരു സൈഡ് കൂടെ മാത്രമുള്ളൂ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഈ മോട്ടർ. അപ്പം ഇപ്പോഴത്തെ ചോറീറ്റാന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോൾ ഓൾക്കില്ല പരിപാടികൾ ഉണ്ടാക്കുകയാണ്. ഉള്ളിയും തക്കാളിയും എന്തൊക്കെയോ അരിഞ്ഞു കൂട്ടി വെച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കി വെക്കട്ടെ. ഞാൻ ഏതായാലും അതിക്ക് കൈ കടത്തണില്ല. ഞാൻ എനിക്ക് വെയ്ക്കണമാർക്ക് എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പൊറുക്കി കൊത്തിപ്പൊറുക്കി തിന്നട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. ഇത് ഇതാക്കണ മുരിങ്ങാത്താളിപ്പം ചോറാണ്. പിന്നെ ഇതാക്കണ ഒരു മുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുളകും ചോറും ഇത്തിരി ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് തിന്നണമെങ്കിൽ അതിൻ്റെ പകുതിൻ്റെ പകുതിയാണ് അന്തിക്ക് ചോറ് തിന്നൽ. അപ്പോൾ മേലൊക്കെ കഴുകി വന്നിട്ട് പിന്നെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. മറ്റോളം ഇതാക്കണം അടുപ്പത്ത് വെച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് അടുപ്പത്ത് ഇരിക്കൽ കേട്ടോ സാധാരണ എല്ലാവരും. അപ്പോൾ നമ്മളാണ് ഇങ്ങനെ മണ്ടിച്ചാടി പണിയിരിക്കലുള്ളൂ. ഓല് ഇതാക്കണം ആ ഒരു അടുപ്പത്തേക്ക് നോക്കി വേഗണമെന്ന് നോക്കി അങ്ങനെ കണ്ട് നട്ട് കുത്തിരിക്കലാണ്. അപ്പോൾ ഞാനിതാ ചോറ് തിന്നാതെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ രസമുണ്ട് എന്നുള്ളത്. അതെന്താ വെച്ചാൽ ആദ്യം ഈ ചോറ് തിന്നാനൊരു 5 മിനിറ്റ്, ഒരു പ്ലേറ്റ് ചോറ് തിന്നാൽ ഒരു 5 മിനിറ്റും വേണ്ട, ഒരു 10 മിനിറ്റും വേണ്ട, പെട്ടെന്ന് കേട്ടോ. അതാ പോയി ദേവെന്ന് പറഞ്ഞിട്ടായിരിക്കാണ് തിന്ന് കൂട്ടണത്. പക്ഷേ ഇപ്പം അതാകണം ഈ പല്ലുവേദന ആയോട് തൊട്ട് 10-20 മിനിറ്റും ഒരു അരമണിക്കൂർ ഇതാക്കണം ഇങ്ങനെ ചമച്ചോണ്ട് നിൽക്കണം. കാരണം റൂട്ട് റെഡി അല്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറേ നേരം ചമക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കൊടുക്കാതെ നിൽക്കും വേണം. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ എന്താക്കണം ഭയങ്കര ചോറീറ്റിയാണ്. അപ്പോൾ ഇത്തിരി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുക കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ ചോറങ്ങനെ കാണുമ്പോഴത്തേനും കഴിക്കണം മറിഞ്ഞ് വിൽക്കലേന്ന്. ഇപ്പം അങ്ങനെ മറിഞ്ഞ് വിൽക്കാൻ പോയിട്ട് ഇതാ ഈ ഒരു തല ഇങ്ങനെ പൊന്തിക്കാൻ വരെ നമുക്ക് കഴിയണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചോറീറ്റ് കേട്ടോ. ഭയങ്കരമായിട്ട് പല്ലുവേദന, ചെവി വേദന ഇതൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ. നല്ല വേദനയാണ്. ഏത് കൂടെ വേദന വരുന്നതെന്നോ ഏത് ഭാഗത്താണ് വേദന വരുന്നതെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അമ്മാതിരി വേദനയായി. കാരണം അങ്ങനെ ഇതാക്കണം. ഞാനില്ല ഒരു പൈപ്പ് മാറ്റണമല്ലോ, നമ്മളെ പള്ളപ്പൈപ്പ് ഭയങ്കര പൈപ്പാണല്ലോ നമുക്ക്. പിന്നെ അത് വിട്ടിട്ട് വേറെ ഒരു കളിയില്ല കേട്ടോ. അപ്പം മോഹൻലാലിൻ്റെ പോലെ ഇതാക്കണം ചെരിഞ്ഞൊക്കെ തിന്നിട്ടാണ് തീറ്റ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ പാവമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചുറ്റും നോക്കി നിൽക്കണവർക്കൊക്കെ ഒരു പാവം വരലുണ്ട്. കൂടുതലായിട്ട് മൂപ്പർക്ക് ഈ പല്ലുവേദന അറിയുന്നത് അനുഭവിച്ചുകൊണ്ടേ കാരണം മൂപ്പര് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് പല്ലുവേദനക്ക് മാത്രം. അപ്പോൾ വേദന കുറവുണ്ടോ എന്നിങ്ങനെ ബാക്കിൽ നടന്ന് ചോദിക്കും. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ തകണ് വേദന ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കിടക്കൽ തുടങ്ങിയിരുന്നാല് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ കേൾക്കണ ഒരു രസമാണല്ലോ. കാരണം തീരെ കേൾക്കാതെ നിൽക്കണേ നമ്മൾക്കൊക്കെ അങ്ങനെ ചോദിക്കുമ്പോണ്ടല്ലോ, മഴ പെയ്യുമ്പോൾ വേഴാമ്പലിൻ്റെ ഒരു സുഖമാണ് അറിയുന്നവർക്ക് അങ്ങനെ ഒരു സുഖമാണ് കേട്ടോ. ചോദിക്കുമ്പം സുഖമായോ, കുറവുണ്ടോ, ഗുളിക മരുന്നൊക്കെ കുടിക്കണം, വെള്ളം വേണമെന്നൊക്കെ ചോദിക്കും. നമുക്കും തന്നെ കുളിരുണ്ടോ, ഓലമാർക്കൊക്കെ നമുക്കും കുളിരുണ്ട്. നമ്മളിങ്ങനെ ചോദിച്ച് പോലെ ശല്യപ്പെടുത്തലില്ലേ, ശല്യമൊന്നും പെടുത്തണ്ടില്ലേന്ന്. ഇതിപ്പോൾ മെല്ലെ 2 ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഇതാക്കുന്ന ഒരു സ്വർഗം കിട്ടിയ ഫീലാണ് കേട്ടോ. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇതാ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. മൂപ്പര് ഇത് വന്നോക്ക് കണ്ടോക്കെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചിരുത്തിയതാണ്. പക്ഷെ പിന്നെ കണ്ടപ്പോൾ കാണണ്ടില്ലേന്നൊന്നും തോന്നിയിട്ടാ. അപ്പോൾ ആ ഒരു വയനാട്ടിൽ ഇതാക്കാൻ മരിച്ച കുറച്ച് ബോഡികളൊക്കെ കിട്ടിയിരുന്നില്ല. പോലെ ഇതാക്കണം ഒന്നിച്ച് മറവ് ചെയ്യണ ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടത്. അത് നോക്കി എന്തോ ഭയങ്കരമായിട്ട് നെഞ്ചിലൊരു കുത്തിയിട്ടോ ഭയങ്കര. അത്
ഭയങ്കരമായിട്ട് എന്തൊക്കെയോ മനസ്സിലൊരു വേദനയാക്കി. കാരണം എന്താ വെച്ചതാക്കണം, അതിലിപ്പോൾ കുടുംബവും കാര്യങ്ങളും നാട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷേ ഏതേതാന്ന് തിരിച്ചറിയണില്ലല്ലോ. അത് ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് കുന്നും കാടും മലയൊക്കെ അങ്ങനെ കയറിപ്പോയിട്ട് നമുക്ക് ഇതാക്കണ ചിന്താഗതികൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ എനിക്ക് അതിങ്ങനെ കുറേ കുത്തി ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറിട്ട്. അപ്പോൾ നമ്മൾ ആരൊക്കെയോ ആണ്, അത് ആരാന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കണ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സ്തംഭിച്ച കണക്കായുള്ള എല്ലാവരും നിൽക്കണത്, അതൊക്കെ ഭയങ്കരമായി. പിന്നെ ഇതാക്കണം, അപ്പം ആ ഒരു നേരത്തുണ്ടല്ലോ ജാതിയും മതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും, പക്ഷെ ആ ഒരു നേരത്തെ അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നില്ല. ആ ഒരു പന്തലിൽ തന്നെയായിരുന്നു എല്ലാ മതസ്ഥരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നില്ല. അത് കണ്ടപ്പോഴും ഒരു സന്തോഷമോ ഒരിടങ്ങാറോ എന്തൊക്കെയോ ആയി പോയിട്ടോ. പിന്നെ അയിമ ആലോചിച്ച് പേടിയായിട്ടോ. ഒന്നാമതൊന്ന് പേടിയായി, ആ കുയ്യും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായി. പിന്നെ ഇതാക്കണ നമ്മൾ അച്ഛനൊക്കെ ഒന്ന് ഓർമ്മ വന്ന് പിന്നെ അയിമ ചിന്താഗതിയായിട്ട് കുറച്ച് നേരം ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്നു. പിന്നെ ഇതാക്കണ ഇത്തരത്തിലുള്ള നമ്മളെ വീഡിയോ കേട്ടോ, അത് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യും.